ഹായ് ഓൾ, വെൽക്കം ടു എ ബി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ വി എസിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. അതിന് മുന്നേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിനൊപ്പം ഷെയറും ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Okay, next topic is adaptation for protection. Animals show different types of adaptation to protect themselves from danger. Rabbit, deer, fish, and mice can move very fast to protect themselves from their enemies. റാബിറ്റും ഡീറും ഫിഷൊക്കെ എന്താ ചെയ്യാം, അവർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും എനിമീസിൽ നിന്ന്. അങ്ങനെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. The thick skin of elephants and hippopotamus helps in protecting them from the hot climate. എലിഫൻസിൻ്റെയും ഹിപ്പോപ്പൊട്ടാമസിൻ്റെയൊക്കെ തിക്ക് സ്കിന്ന്, അതിൻ്റെ സ്കിന്ന് വളരെ തിക്കാണ്, അതാണ് അവരെ ഹോട്ട് ക്ലൈമറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഇൻസെക്ട്സ് സച്ച് ആസ് കോക്രോച്ചസ് ഹാവ് എ ഹാർഡ് ഔട്ടർ ബോഡി കവറിങ് ഫോർ പ്രൊട്ടക്ഷൻ. കോക്രോച്ചസിനൊക്കെ എന്താ പ്രത്യേകത, അവർക്ക് അതിൻ്റെ ഔട്ടർ ബോഡി കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് അവർ എൻ്റെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ആവുന്നത്. ദ ഹാർഡ് ഷെൽ ഓഫ് ക്രാബ്സ് ആൻഡ് ടർട്ടിൽസ് പ്രൊട്ടക്ട് ദെയർ സോഫ്റ്റ് ബോഡീസ്. ക്രാബ്സിനും ടർട്ടിൽസിനൊക്കെ നല്ല ഹാർഡ് ഷെല്ലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എനിമീസിനെ അതിന് പെട്ടെന്ന് തിന്നാൻ അല്ലെങ്കിൽ പ്രൈ ചെയ്യാൻ പറ്റില്ല. ദ ഷാർപ്പ് സ്പൈൻസ് ഓഫ് പോർക്കുപൈൻസ് പ്രൊട്ടക്ട് ദം ഫ്രം ദെയർ എനിമീസ്. പോർക്കുപൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുള്ളമ്പന്നി പോലത്തെ അതിൻ്റെ ഷാർപ്പ് സ്പൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുള്ള്, അത് അതിൻ്റെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. The characteristic of animal like a color and shape that help them to mix or merge with their surroundings are called camouflage. Most animals escape from their enemies or catch their prey by camouflaging themselves. എന്നാൽ camouflage ചില അനിമൽസിന് ഒരു കഴിവുണ്ട്, അതിൻ്റെ സറൗണ്ടിങ്സിൻ്റെ അതേ കളർ തന്നെ എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ എടുക്കുന്ന ആ ഒരു കഴിവിനെ പറയുന്നതാണ് camouflage. എന്തൊക്കെയാണ് എക്സാമ്പിൾ? പോളാർ ബിയർ ഹാവ് വൈറ്റ് ഫർ. പോളാർ ബിയറിന് വൈറ്റ് ഫർ ഉണ്ട് അതിൻ്റെ മേത്ത്, അതാണ് അതിൻ്റെ camouflage. അത് ഉപയോഗിച്ചിട്ടാണ് സ്നോവിനും കൂടി വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സറൗണ്ടിങ്സ്, അതായത് ഈ പോളാർ ബിയറിൻ്റെ സറൗണ്ടിങ്സ് വൈറ്റ് കളറാണ്. ദാറ്റ് മീൻസ് സ്നോ ഈസ് ആൾസോ വൈറ്റ്. അതുകൊണ്ട് അതാണ് അതിൻ്റെ camouflage. ടൈഗേഴ്സിൻ്റെ camouflage ആണ് ബ്ലാക്ക് സ്ട്രിപ്സ് ഓവർ ആൻ ഓറഞ്ച് കളേർഡ് ബോഡി വിച്ച് ഹെൽപ്സ് ദം ടു ബ്ലെൻഡ് വിത്ത് ദ ഫോറസ്റ്റ് ഓർ ഗ്രാസ്ലാൻഡ്. Some insects have structure of the leaves or a twig. അതാണ് അതിൻ്റെ camouflage. ചില ഇൻസെക്ട്സിന് ഒരു ഗ്രീൻ കളറൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എനിമീസ് അത് ഗ്രീൻ ആണെന്ന് വെച്ചിട്ട്, ഗ്രീൻ ലീഫാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ആക്രമിക്കാതായിട്ട് പോകും. അതാണ് camouflage. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചത്? അഡാപ്റ്റേഷൻ ഫോർ പ്രൊട്ടക്ഷൻ. റാബിറ്റ്സ്, ഡീർ, ഫിഷ്, മൈസ് ഇതിനൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ കഴിയും. They can move very fast to protect themselves from their enemies. The thick skin of elephants and hippopotamus help in protecting them from the hot climate. Insects such as cockroaches have a hard outer body covering for protection. Cockroachesന് ഒരു ഹാർഡ് ഔട്ടർ ബോഡിയുടെ പ്രൊട്ടക്ഷൻ ആയിട്ട്. The hard shell of crabs and turtles protects their soft bodies. The sharp spine of porcupines, അതാണ് പോർക്കുപൈൻസിൻ്റെ പ്രൊട്ടക്ഷൻ. ഏതാണുള്ളത്? ഷാർപ്പ് സ്പൈൻ, അതിൻ്റെ മുകളിലുള്ള മുള്ളാണ് അതിൻ്റെ camouflage. ചില അനിമൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ സറൗണ്ടിങ്സിനോട് മാച്ചായിട്ട് അതിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ്. അതിനെയാണ് camouflage എന്ന് പറയുന്നത്. പോളാർ ബിയർസിന് വൈറ്റ് ഫിർ വരുന്നത് അതുകൊണ്ടാണ്. ദെൻ ടൈഗേഴ്സിന് ബ്ലാക്ക് സ്ട്രൈപ്പ് വിത്ത് ഓറഞ്ച് കളേർഡ് ബോഡി എടുക്കാൻ കഴിയും. സം ഇൻസെക്ട്സിന് ഒരു ഗ്രീൻ
കളർ എടുക്കാൻ കഴിയും. ഇതാണ് കെമഫ്ലോജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സറൗണ്ടിങ്സിനോട് മാച്ച് ചെയ്തിട്ട് കളർ എടുക്കുന്നതിനെയാണ് കെമഫ്ലോജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്സ്റ്റിങ്ക്ട് ആൻഡ് എൻഡേഞ്ചേർഡ് animals such as dodos, passenger pigeons, Caribbean monk seals and Tecopa pupfish are some of the species that are no longer found on the earth. These animals are called extinct animals. ചില ആനിമൽസ് നമുക്ക് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. ബിക്കോസ് അവർക്ക് നമ്മുടെ ഭൂമിയിലുള്ള ജീവിത രീതിയായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റാതെ അവരുടെ വംശം തന്നെ നാമാവിശേഷമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അവരെ കാണാൻ കിട്ടില്ല. മേ ബി അത് ചൂട് കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല തണുപ്പ് കൊണ്ടാവാം. അവരുടെ സ്കിന്ന് നമ്മുടെ ഭൂമിയിലത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. സോ സച്ച് അനിമൽസിനെ പറയുന്നതാണ് എക്സ്റ്റിങ്ക്ട് അനിമൽസ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? പിഗൺസ്, കരീബിയൻ മങ്ക്, സീൽസ്, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. Animals that are unable to adapt to their surroundings die and eventually become extinct. Millions of years ago, huge animals called dinosaurs lived on the earth. When it became very cold, they were not able to adjust to the cold climate and become extinct. നമ്മൾ എല്ലാവരും ദിനോസറിനെ പറ്റിയിട്ടൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാവും, ജുറാസിക് പാർക്കൊക്കെ. അപ്പോൾ അതിൽ കാണുന്ന ദിനോസേഴ്സ് ഇന്ന് ദിനോസേഴ്സ് ഇല്ല. കാരണം ഒരു കാലത്ത് ഇവിടെ ജീവിച്ച് പോന്നിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു എനിമലാണ് ദിനോസേഴ്സ്. ഇവിടുത്തെ അതിനിടയിൽ വന്നിട്ടുള്ള കടുത്ത തണുപ്പ് കാരണം അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെയായി. അങ്ങനെ അവരുടെ ആ ഒരു വംശം കംപ്ലീറ്റ് പോവാണ് ഉണ്ടായിട്ടുള്ളത്. Many animals are in danger due to the destruction of forests by human beings for their needs. The number of some animals such as tigers, cheetah, giant pandas and Indian rhinoceros are fast declining and they may soon disappear completely from the earth. These animals are called endangered animals. ചില അനിമൽസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിസ്ട്രക്ഷനൊക്കെ കാരണം ഇവിടുത്തെ ഒരു ജീവിതം അസഹ്യമായിട്ട്, അതായത് ജീവിക്കാൻ പറ്റാതെയായിട്ട് അവരുടെ കുറേ വർഗങ്ങളൊക്കെ ചത്തുടങ്ങി. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ ചില അനിമൽസിൻ്റെ ഭൂമിയിലുള്ളത്. അങ്ങനെ ചത്തൊടുങ്ങുന്ന അനിമൽസിനെ പറയുന്നതാണ് എൻഡേഞ്ചേർഡ് അനിമൽസ്. ഇങ്ങനെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അനിമൽസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരുടെ ആ ഒരു അനിമൽസിൻ്റെ കംപ്ലീറ്റ് വംശം തന്നെ നാമാവശേഷമാവും. മീൻസ് അവരെ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അനിമൽ കംപ്ലീറ്റ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് ഭൂമിക്ക് തന്നെ ദോഷം ചെയ്യും. ഭൂമിയുടെ ഇപ്പോഴത്തെ സന്തുലിതാവസ്ഥയിലൊക്കെ ദോഷം ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കുറച്ചുള്ള അനിമൽസ്, അത് അധികം കൂട്ടമില്ലാത്ത അനിമൽസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ അനിമൽസിനെ പറയുന്നതാണ് എൻഡേഞ്ചേർഡ് അനിമൽസ്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ടൈഗർ, ചീറ്റ, ജയന്റ് പണ്ടാസ്, ഇന്ത്യൻ റൈനോസസ്, ഇതൊക്കെ പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അനിമൽസ് ആണ്. ഇത് പെട്ടെന്ന് നാമാവിശേഷം ആയിക്കൊണ്ടിരിക്കുന്ന അനിമൽസ് ആണ് ഈ പറയുന്നതൊക്കെ. സോ നമുക്കൊക്കെ അവരെ നെഗേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെ? നമുക്ക് ഡിഫോറസ്റ്റേഷനൊക്കെ ഒഴിവാക്കിയിട്ട് അവരെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് എക്സ്റ്റിങ്ക്ട് അനിമൽസ്, രണ്ട് എൻഡേഞ്ചേർഡ് അനിമൽസ്. വാട്ട് ഈസ് എക്സ്റ്റിങ്ക്ട് അനിമൽസ്? Animals that are unable to adapt to their surroundings die and eventually become extinct. These are called extinct animals. Example: pagans, Caribbean monk seals, Tecopa pupfish. ഇതൊക്കെയാണ്. What is endangered animals? The number of some animals such as tiger, cheetah, giant pandas and Indian rhinoceros are fast declining and they may soon disappear completely from the earth. Such animals are called endangered animals. Okay, next topic is behavior at sunrise and sunset. Sunrise and sunset have a unique effect on the behavior of many animals. Let us learn about how different animals have behavior during sunrise and sunset. Many birds sing beautiful songs at sunrise and they are most active during the morning hours.
നമുക്ക് ചില സമയങ്ങളിലൊക്കെ കേൾക്കാൻ പറ്റും നല്ല പാട്ടുകളൊക്കെ ഈ പക്ഷികളുടെ ഒക്കെ ഭാഗത്ത് സൺറൈസിൻ്റെ ഒക്കെ സമയത്ത്. അതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് മെനി ബേർഡ്സ് യൂസിങ് ബ്യൂട്ടിഫുൾ സോങ്സ്. അവരെ നല്ല പാട്ടുകൾ, നല്ല മ്യൂസിക്കുകൾ ഒക്കെ ആ സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ പറ്റും. Animals such as squirrels and rabbits come out to search for food at sunrise. At noon, when the sun shines brightly and the day becomes hot, they hide in burrows or shady areas to stay away from the heat. സ്ക്വിറൽസും റാബിറ്റ്സൊക്കെ അവർ സൺറൈസിൽ ഫുഡ് തേടിയിട്ടിറങ്ങും. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അവർ തിരിച്ച് അവരുടെ കൂട്ടിലോട്ട്, അതായത് റാബിറ്റിൻ്റെ ഒരു താമസിക്കുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ബെറോസിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഡി ഏരിയാസിലോട്ട്, അതായത് സൺലൈറ്റ് അധികം കിട്ടാത്ത സ്ഥലത്തേക്ക് അവരൊരു ഉച്ച സമയത്തോട് കൂടിയിട്ട് നീങ്ങും. കാരണം അവർക്ക് അധികം ഹീറ്റ് പറ്റില്ല. Some insects such as fireflies, crickets and bats come out to explore and find food. ചില ഇൻസെക്ട്സ് ഒക്കെ ഈ സമയത്ത്, പകൽ സമയത്ത് വരും, ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് വരും. Birds start flying back to their nest and resting place at the sunset begins. സൺസെറ്റ് ആകുമ്പോഴേക്കും ബേർഡ്സ് ഒക്കെ അതിൻ്റെ തിരിച്ച് കൂട്ടിലോട്ട് കയറാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങും. Nocturnal animals such as bat and owls are more active during the night. Nocturnal animals എന്ന് പറഞ്ഞാൽ എന്താ? Nocturnal animals എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ആക്റ്റീവ് ആവുന്ന അനിമൽസ്. നൈറ്റിൽ നമ്മൾ പുറത്തേക്ക് കാണുന്ന അനിമൽസിനെയാണ് നൊക്ടേണൽ അനിമൽസ് എന്ന് പറയുന്നത്. അതേതൊക്കെയാണ്? സാധാരണ നമ്മൾ ബാറ്റ്, വവ്വാല്, ഓള്, ഇതൊക്കെ, ഓള് എന്ന് പറഞ്ഞാൽ മൂങ്ങ, ഇതൊക്കെയാണ് നൈറ്റിൽ നമുക്ക് കാണാവുന്ന അനിമൽസ്. ദേ ബിക്കം ആക്റ്റീവ് ഹണ്ടേഴ്സ്. അവർ ഇതൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഭക്ഷണം ഹണ്ട് ചെയ്ത് പിടിക്കാൻ വളരെ കഴിവുള്ള രണ്ട് പക്ഷികളാണ് ഇതൊക്കെ. Most nocturnal animals have special features that allow them to see and hunt in low light. ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഇവർക്ക് ലോ ലൈറ്റിൽ, അധികം ലൈറ്റ് ഇല്ലാത്ത സമയത്ത് തന്നെ ഇവർക്ക് പുറത്ത് നന്നായിട്ട് കാണാൻ പറ്റും. അവരുടെ കണ്ണിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻ അനിമൽസ്. Group behavior in animals is all about teamwork and cooperation. Just like we learn from and help each other in school or at home, animals also learn from each other and support their group members. In animal groups, many individuals of the same species come together and work as a team. They have different roles and responsibilities, just like we do in our families and communities. Each animal in the group has a special job that helps the group survive and stay safe. Let us learn how different animals behave in groups. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഈ അനിമൽസും അവരുടെ അടുത്തുള്ള അനിമൽസിനെ, അതായത് അവരുടെ സെയിം ബ്രീഡിലുള്ള അനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരും ഒരു ഗ്രൂപ്പ് പോലെ തന്നെയാണ് പെരുമാറുന്നത്. അത് ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും, ഫുഡ് ഫ്രൈ ചെയ്യാനാണെങ്കിലും, അതുപോലെ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹണ്ടിങ് ഇൻ പാക്സ്. സം അനിമൽസ് സച്ച് ആസ് wolves or lions live in group called packs or prides. They work together to find food and hunt. അതായത് ചില അനിമൽസ്, വൂൾഫ് അല്ലെങ്കിൽ ലയനൊക്കെ, അവർ കൂട്ടത്തിൽ നിൽക്കുന്നതിനെയാണ് പാക്ക് അല്ലെങ്കിൽ പ്രൈഡ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഫാമിലിയിൽ പറയുന്നതാണ് പ്രൈഡ് അല്ലെങ്കിൽ പാക്ക്. അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ ഹണ്ട് ചെയ്യും. നെക്സ്റ്റ് ഇസ് മൈഗ്രേഷൻ ഇൻ ഫ്ലോക്സ്. Many birds such as Arctic terns and Siberian cranes migrate in large groups called flocks. They travel long distance together to find a warmer climate, better food and favorable breeding conditions. അതായത് ആർട്ടിക് ടേൺസ് ആൻഡ് സൈബീരിയൻ ക്രെയിൻസ് ഒക്കെ പോലത്തെയുള്ള ബേർഡ്സ്, അവരുടെ കൂട്ടത്തിനെ പറയുന്നതാണ് ഫ്ലോക്സ്. അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് ഒരു വാർമർ ക്ലൈമറ്റ് കണ്ടുപിടിക്കും. അവിടെ അവർക്ക് ബെറ്റർ ഫുഡ്, നല്ല ഫുഡൊക്കെ അവർ കണ്ടുപിടിച്ചിട്ട് അവിടെ താമസം
പിന്നെ വരുന്നതാണ് ബിൽഡിംഗ് ഹോംസ്. Some animals such as bees or ants live in colonies and build elaborate homes called nest or ant hills. Each member has a specific role such as gathering food, caring for the egg or protecting the colony. ഈ ബീസിൻ്റെയും ആൻസിൻ്റെയും ഒക്കെ ഒരു കൂട്ടത്തിനെ പറയുന്നതാണ് കോളനി. അവരൊരു കോളനി പോലെ രൂപം ചെയ്തിട്ട് അവർ പരസ്പരം അങ്ങനെ കെയർ ചെയ്യലും ഫുഡ് പ്രിപ്പയർ ചെയ്യലും അതായത് ഫുഡ് ഷെയർ ചെയ്യലും ഒക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് കീപ്പിംഗ് വാം. Some animals such as penguins and walruses that live in extremely cold climate huddle together to keep themselves warm. അതായത് ചില അനിമൽസിൽ ഈ പെൻഗ്വിൻസ് വാൾറസസ് ഒക്കെ ഇതൊക്കെ കോൾഡ് ക്ലൈമറ്റിൽ കാണുന്ന അനിമൽസാണ്, അനിമൽസ് അല്ലെങ്കിൽ ബേഡ്സ് ആണ്. ഇവർ ഒരുമിച്ച് നമ്മളൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ പോലെ, അതായത് നല്ല കൂട്ടമായിട്ട് നിന്നിട്ട് വാം ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ചൂട് ആവശ്യമാണ്, വാമ ആവശ്യമാണ് അവർക്ക്. അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് ചൂട് പകർത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ അവരവരുടെ ലൈഫ് അവിടെ നല്ല രീതിയിൽ ജീവിച്ചു. സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. ലിവിങ് ഇൻ എ ഗ്രൂപ്പ് പ്രൊവൈഡ് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. When there are more individuals together, they can watch out for each other and defend against predators. Some animals even take turns standing guard to warn the group if danger is approaching. അവർ നല്ല സേഫ്റ്റി ആയിട്ടും പ്രൊട്ടക്ഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഡ് പോലെ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പായിട്ട് അവർ നിൽക്കും. ഡേഞ്ചറൊക്കെ അവർ പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കും. അങ്ങനെ when there are more individuals together, they can watch out for each other. ഇത് കൂടുതലും ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് പ്രൊഡക്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ബാക്കിയുള്ളവരെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെ this is the end of this chapter. So keep learning always. Goodbye and thanks for watching the video. Thank you very much.